കൊച്ചിയിൽ വന്ന് കൊമ്പനെയും കുത്തിമലർത്തി നെഞ്ചും വിരിച്ച് ആദ്യ പകുതി അവസാനിപ്പിക്കുമ്പോൾ ഗോവൻ കളിക്കാരും കൊച്ചു മനോലയും ഇതുപോലൊരു കംബാക്ക് സ്വപ്നങ്ങളിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഈ കംബാക്ക് വിക്ടറിയുടെ ക്രെഡിറ്റ് കൊച്ചി യുവാനെ പോലെ തന്നെ ഞാനും കലൂരിൽ തകർന്നു നിൽക്കുമ്പോഴും മഞ്ഞക്കുപ്പായക്കാരെ ഹൃദയത്തിൽ നിന്ന് മോട്ടിവേറ്റ് ചെയ്ത ആരാധകർക്കായി സമർപ്പിക്കുന്നു. പ്രതീക്ഷയുടെ അമിതഭാരമൊന്നുമില്ലാതെ പരിക്കിൻ്റെ വേട്ടയാടലുകൾക്കിടയിൽ തുടർ തോൽവികളിൽ നിന്നും വിജയവഴിയിലേക്ക് നടന്നു കയറുവാൻ സ്വന്തം കാണികൾക്ക് മുന്നിലേക്ക് എത്തുമ്പോഴും എതിരാളി മനോലയുടെ ഗോവയാണെന്ന് ഇവാനും കുട്ടികൾക്കും നന്നായി അറിയാം. ഇനിയൊരു തോൽവി കൂടി താങ്ങുവാൻ ത്രാണിയില്ലാത്ത ആരാധകരുടെ നെഞ്ചു കീറിക്കൊണ്ട് റൗളിൻ ബോർജസും യാസിറും കരൺജിത്തിനെ മറികടക്കുമ്പോൾ സ്റ്റേഡിയം നിശബ്ദമാവുന്നു. വിജയത്തിലൂടെ തിരിച്ചുവരാൻ കളത്തിലിറങ്ങിയ 11 പേരും നിരാശരാണ്. ഇല്ലായ്മയിൽ നിന്നും അവർ പന്ത് തട്ടുന്നു. ഒരു ഗോളെങ്കിലും ആദ്യ പകുതിയിൽ മടക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആരാധകർ വല്ലാതെ ആശിച്ചു പോയി. രണ്ടാം പകുതിയിൽ എന്താണ് തങ്ങളുടെ കരുത്തെന്ന് കാണിച്ചുകൊണ്ട് മഞ്ഞപ്പട പന്ത് തട്ടുന്നു. സക്കായ് ലൂണ എന്ന പ്ലേ മേക്കറെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അവൻ്റെ അളന്നു മുറിച്ച ക്രോസുകളും ത്രൂ ബോളുകളും മികച്ച പാസിങ്ങും ഗോവയെ പ്രഷർ ചെയ്യുന്നു. ഗത്യന്തരമില്ലാതെ ദിമിയ ബോക്സിന്റെ വെളിയിൽ ഗോവ ഫൗൾ ചെയ്തു വീഴ്ത്തുന്നു. സക്കായുടെ വലങ്കാൽക്കറിൽ ഫ്രീക്ക് ഗോവൻ വലയിലേക്ക് തുളച്ചു കയറുമ്പോൾ കൊച്ചിയിൽ പൂർണ്ണചന്ദ്രൻ തെളിഞ്ഞു വന്ന ആവേശം ആരാധകർക്കിടയിൽ. ചാൻഡുകൾ വീണ്ടും വീണ്ടും ഉയരുന്നു. മധ്യനിരയിലേക്കിറങ്ങി ഫെഡോറും സക്കായും കളിമെനയുന്നു. വിജയത്വര അവരെ വല്ലാതെ ചൂടുപിടിപ്പിച്ചിരിക്കുന്നു. ഇവാന്റെ ടാക്ടിക്കൽ ബ്രില്യൻസ് കണ്ട രണ്ടാം പകുതി. തിമിയുടെ അളന്നു മുറിച്ച ക്രോസിലേക്ക് ഫെഡോർ ചാർജ് ചെയ്യുന്നു. അപ്പോഴേക്കും റഫറിയുടെ വിസിൽ മുഴങ്ങുന്നു. ഇറ്റ് ഈസ് എ ക്ലിയർ കട്ട് ഹാൻഡ്ബോൾ. പെനാൽറ്റി കിക്ക് എടുക്കാൻ ദിമി എത്തുമ്പോൾ സ്റ്റേഡിയം ഒരു വലിയ നിശബ്ദതയിൽ. വീണ്ടും പിഴയ്ക്കാത്ത പെനാൽറ്റിയും രണ്ടാം ഗോളുമായി ദിമിത്രി എന്ന ഗ്രീക്ക് ദേവൻ ആരാധകരുടെ അടുത്തേക്ക് ഓടുമ്പോൾ കൊച്ചിയിൽ കാർണിവൽ തുടങ്ങിയതുപോലെ ഇമാന്റെ ക്രോസ് ബോളിൽ നിന്ന് ഒരു സിമ്പിൾ ആൻഡ് ക്ലിനിക്കൽ ഫിനിഷ്. ബ്ലാസ്റ്റേഴ്സ് 3. വാട്ട് എ മൊമെന്റ്. കാലത്തിന്റെ കാവ്യനീതി പോലെ ഗോവയുടെ ശവപ്പെട്ടിയിലെ അവസാനാണി ഫെഡോ ഗോവൻ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റുമ്പോൾ സമ്പൂർണമാവുന്ന ഗോവൻ വധം. വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഒരു മുത്തശ്ശിക്കഥയല്ലാത്ത കംബാക്ക് വിക്ടറി. ചോര തുപ്പിയിട്ടാണെങ്കിലും തങ്ങളുടെ ആരാധകർക്കായി അർഹിച്ച വിജയവും ആവേശവും നിറച്ച മത്സരത്തിന്റെ പര്യവസാനം.